ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 27 സമയം ഇപ്പോൾ ഏകദേശം രാത്രി 10 മണി കറക്റ്റ് ആയിട്ടുണ്ട്. അത് കുറേ ദിവസമായി നമ്മൾ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇനി സ്കൂളൊക്കെ തുറക്കാനായി, നമ്മളിനി +2ലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും കേട്ടോ. ഈ വെക്കേഷനിൽ അങ്ങനെ ഒരു പഠിത്തവും നടന്നിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ബാച്ചിലെ ബാക്ക്ലോഗ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഫിസിക്സിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റഡി വ്ളോഗിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഫിസിക്സിലാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ബാച്ചിൽ ഇവിടെ മാരത്തോൺ റിവിഷനും പിന്നെ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ള വേറൊരു ചാപ്റ്ററും കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോഴും ഉള്ളത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരൊറ്റ ചാപ്റ്ററിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നുള്ളത്. ബാക്കിയുള്ള മാത്സിൻ്റെയും കെമിസ്ട്രിയുടെ കാര്യമൊക്കെ വേറെ കേസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒക്കെ കിടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു 3 പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാർട്ട് 4 ക്ലാസ് ഏകദേശം ഒരു ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് അതും കൂടെ കാണണം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഗൈസ്. അപ്പോൾ നോട്ട് ബുക്കിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും തൊട്ടിട്ടില്ല. അതിനുശേഷം കുറച്ചൊന്ന് നോട്ട് എഴുതിയിരുന്നു. ഇതിൻ്റെ ക്ലാസ് പകുതി കാണുമ്പം അതിൻ്റെ നോട്ട്സ് എഴുതിയിരുന്നു. വേറെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല, ഹൈലൈറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു ഡെറിവേഷൻസ് ആണ് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അധികം ഡെറിവേഷൻസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഡെറിവേഷൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോർക്കിൻ്റെ ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് അതിൻ്റെ ഡെറിവേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാർട്ട് 4 ക്ലാസ് കാണാൻ കേസ്. ഞാൻ പിന്നെ പറഞ്ഞ ഈ ഒരു നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതായത് ബാക്കിയുള്ള നോട്ട് ബുക്ക് ഇപ്പോഴും അതേപോലെ ഇങ്ങനെ കവർ എടുക്കാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏകദേശം ഒരു അവസ്ഥയ്ക്ക്. പിന്നീട് വേറൊരു കാര്യം കേസ് ആദ്യം തന്നെ പറയാം. സ്പൈറൽ നോട്ട്ബുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പൈറൽ നോട്ട്ബുക്കിൻ്റെ ഒരു പ്രശ്നം, ഇത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. കാണാനൊക്കെ ഒടുക്കത്തെ ഭംഗിയാണ്. മറ്റേ നോട്ട് ബുക്കിനെക്കാളും നല്ല ലുക്കും ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ ഇതിന് കിട്ടും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഭയങ്കര കെയറിങ്ങോടെ നോക്കണം ഗൈസ്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കീറി പോകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഇത് കീറിപ്പോകുന്ന പോലെയാണ് ഇതിൻ്റെ പേജസ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കിൻ്റെ പേജിൻ്റെ ക്വാളിറ്റി കുറവായതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനെ ഭയങ്കര കെയർ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പേജൊക്കെ കീറിപ്പോകുന്നൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. എനിവേസ് വാങ്ങിച്ചു. നമ്മൾ ഇനി എന്തായാലും ഇതിൽ തന്നെയാണ് നോട്ട് എഴുതുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാർട്ട് 4 ക്ലാസ് കാണാൻ വേണ്ടി തുടങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഫിസിക്സിൻ്റെ ആ ഒരു ക്ലാസ് തന്നെയാണ്, അതായത് പാർട്ട് 4ൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മെയിനായിട്ട് എടുക്കുന്നത് ഡെറിവേഷൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡെറിവേഷൻസ്, അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം. കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ നോട്ട് എങ്ങനെയാണ് എഴുതുന്നത്, അതായത് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെയാണോ, അതായത് ക്ലാസ് കഴിഞ്ഞിട്ടാണോ, അങ്ങനെയാണ് എഴുതുന്നത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടുമാണ്. അതായത് ഞാൻ ചിലപ്പോൾ ക്ലാസ്സിന് ഒന്നിച്ച് തന്നെ എഴുതിപ്പോവും, അല്ലെങ്കിൽ ക്ലാസ് മുഴുവൻ കേട്ടിട്ട് ലാസ്റ്റ് സ്ലൈഡ്സ് കിട്ടുമ്പോൾ പിന്നീട് അങ്ങനെ നോട്ട് എഴുതും. ഞാൻ 2 രീതിക്ക് എഴുതാറുണ്ട്. പിന്നെ ഡെറിവേഷൻസിൻ്റെ ഒക്കെ കേസ് വരുമ്പം ഞാൻ ഡെറിവേഷൻസ് എടുക്കുമ്പോൾ മാക്സിമം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് പിന്നീട് ഡെറിവേഷൻസ് എഴുതാറാണ് പതിവ്. ഇതെന്ന് വെച്ചാൽ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ വെറുതെ ക്ലാസ് കണ്ടിരിക്കും, അങ്ങനെയൊക്കെയാണ് പതിവ്. പിന്നെ ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, ക്ലാസ് കാണാനൊന്നും ഒരു മൂഡില്ല. ആ ഒരു രീതിയിലാണ് മൊത്തം കളിയും ഒക്കെ ആയിട്ട്, ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് മൊത്തം വെക്കേഷൻ അങ്ങനെ പോയി. കഴിഞ്ഞ വെക്കേഷൻസിലൊക്കെ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. ഇപ്രാവശ്യത്തെ വെക്കേഷൻ അങ്ങനെ ഒന്നും പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് തന്നെ എൻ്റെ വ്ളോഗ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല, സ്റ്റഡീസും അങ്ങനെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർ കിങ്സിൽ ബാച്ച് ആണെങ്കിലോ ഒരുപാട് ബാക്ക്ലോഗ്സുമായി. ഈ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാനാണെങ്കിൽ നല്ല രീതിക്ക് ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ഒരു ക്ലാസ് കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്ക്ലോഗ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും മാത്സിലായാലും ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ട്. മാക്സിമം ഞാൻ ബാക്ക്ലോഗ്സ് വെക്കാതെയാണ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി മാക്സിമം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ട് വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് കണ്ടിട്ടായി നമുക്ക് ഇനി നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മുടെ പാർട്ട് 4 ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ 11:33 ഓക്കെ, പാർട്ട് 4 ക്ലാസ് അങ്ങനെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ ഡെറിവേഷൻസ് ആണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ മെയിൻ ഡിസ്കസ് ചെയ്തത്. 2 ഡെറിവേഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്നിട്ടുള്ളൊരു ഡെറിവേഷനാണ് ഇന്നിപ്പോൾ രാത്രിക്ക് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് ഇവിടെ കഴിഞ്ഞു ഗൈസ്. ഇനി എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സും കൂടെ ഞാൻ പാർട്ട് 5 കൂടെ കാണാൻ വേണ്ടി തുടങ്ങുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കുറച്ചിടെയായിട്ട് ഈ ഒരു സൂപ്പർ കിങ്സ് തുടങ്ങിയ പിന്നെ എനിക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അധികം ടൈം എടുക്കുകയാണ്. ഭയങ്കര അധികം മീൻസ് ഞാൻ
കറക്റ്റ് എത്ര പറയുക, ഒരു മണിക്കൂർ തന്നെ എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതായത് എനിക്ക് ഏകദേശം ഒരു 3-4 ദിവസം എടുക്കുന്നുണ്ട് ഗൈസ് ഒരൊറ്റ ക്ലാസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഡ്യൂറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള ക്ലാസ്സാണ്. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നുണ്ട് ഇപ്പോൾ ക്ലാസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ട് 5 ഞാൻ തുടങ്ങി വെക്കാൻ വേണ്ടി പോവുകയാണ്. പറ്റുന്നത്രയും ക്ലാസ് കാണുന്നുണ്ട്. ബാക്കി എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പാർട്ട് 5 തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്ലാസ് കണ്ടിട്ട് വരാം. അങ്ങനെ ജൂൺ 1 നമ്മുടെ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. ചില സ്കൂൾസൊക്കെ, അതായത് പ്ലസ് ടുവിൻ്റെ ക്ലാസ്സൊക്കെ ചില സ്കൂൾസിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. നമ്മുടെ സ്കൂളിൽ എന്തായാലും ജൂൺ 1 തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്ലസ് ടു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്ലസ് ടു ഒക്കെ എന്തെങ്കിലും പഠിച്ചോ, അതായത് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, ജൂൺ 10 നമ്മുടെ പ്ലസ് 1 റിസൾട്ട് വരാൻ പോവുകയാണ്. പേടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയില്ല, പക്ഷേ എന്തൊക്കെയോ ആയിട്ട് പേടിയുണ്ട്. അപ്പോൾ റിസൾട്ട് എന്തായാലും പ്ലസ് 1 അവസ്ഥ എന്തൊക്കെയോ ഒരുമാതിരി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റിസൾട്ടിലൊന്നും വലിയൊരു ഇതില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും റിസൾട്ട് വരട്ടെ. അന്ന് എന്തായാലും സ്കൂളും ഉണ്ട്, പിറ്റേ ദിവസം സ്കൂളുണ്ട്. സോ എന്തൊക്കെയോ ആയി ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ക്ലാസ് ആണെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂറിൻ്റെ ക്ലാസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ 12 മണി ഗൈസ്, കറക്റ്റ് 12 മണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഗൈസ്, ഇപ്പോൾ ഒരു ക്ലാസ് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട്. 3-4 ദിവസമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് അടുത്ത ക്ലാസ് അല്ല, അടുത്ത ദിവസം ഇതിൻ്റെ കണ്ടിന്യൂഷൻ. അങ്ങനെയാണ് കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് ഞാൻ ക്ലാസ്സാണ്. എന്താണെന്നറിയില്ല, അത് ഒരു പോയിന്റ് പോലും എനിക്ക് മനസ്സിലാവാതെ പോകുന്നില്ല കേട്ടോ. അത് കാര്യം ഞാനിവിടെ പറയുകയാണ്. ഒരു പോയിന്റ് പോലും മനസ്സിലാവാതെ പോകുന്നില്ല. എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഡ്യൂറേഷൻ കുറച്ചധികം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മെനക്കെടുന്നുണ്ട്. സോ എന്തായാലും പിന്നീട് പണ്ടത്തെ പോലെ ആ ഒരു ഡെഡിക്കേഷനോട് ഇരിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ്സ് ചെയ്യാനും നമ്മുടെ ബാക്ക്ലോഗ്സ് മാക്സിമം ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടാവും. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ഒരു ഡെഡിക്കേഷനോടെ ക്ലാസ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പറ്റാത്തത്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഡെറിവേഷനിൽ തന്നെയാണ് കേട്ടോ നിർത്തിയത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗുമായി കാണാം. ഈ ഒരു വ്ളോഗ് ഇവിടെ കഴിയാൻ വേണ്ടി പോവുകയാണ്. സമയം 12:01 ഗൈസ്, പോയി ഉറങ്ങട്ടെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗുമായി കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടോ, സൂപ്പർ കിങ്സ് ബാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പോകുന്നു എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പ്ലസ് 2 തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ജൂൺ 1 തുറക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും എന്താവട്ടെ, എന്തെങ്കിലും ആവട്ടെ. പ്ലസ് 2 എന്തായാലും അടിപൊളി ആവട്ടെ എന്ന് പറയുന്നു. പിന്നീട് ജൂൺ 10 റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ചാനലിലേക്ക് ആദ്യമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നീട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ദിസ് മീ അഭിനവ്. ഡു സബ്സ്ക്രൈബ്.